ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ സംഘത്തിന് പരോൾ നൽകി പിണറായി സർക്കാർ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് വിവരങ്ങൾ. കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാനാണ് പ്രതികൾക്ക് പരോൾ നൽകിയതെന്ന് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നു. ജയിലിനുള്ളിൽ വെച്ചും കൊട്ടേഷനും സ്വർണ്ണക്കടത്തിനും നേതൃത്വം നൽകിയെന്ന് കണ്ടെത്തിയ സംഘത്തിനാണ് നിസ്സാര കാരണങ്ങൾക്ക് സർക്കാർ പരോൾ അനുവദിച്ചത് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുന്നത്. മുഖ്യപ്രതി കെ.സി. രാമചന്ദ്രന് 1081 ദിവസമാണ് പരോൾ ലഭിച്ചത്. ട്രൗസർ മനോജ് 1068 ദിവസം, അണ്ണൻ സജിത്ത് 1078 ദിവസം, ടി.കെ. രജീഷ് 978 ദിവസം, മുഹമ്മദ് ഷാഫി 686 ദിവസം, ഷിനോജ് 955 ദിവസം, റഫീഖ് 782 ദിവസം, കിർമാണി മനോജ് 889 ദിവസം, MC അനൂപ് 951 എന്നിങ്ങനെയാണ് പരോൾ ലഭിച്ച കണക്ക്. കൂട്ടത്തിൽ കൊടിസുനിക്ക് മാത്രമാണ് കുറവ് പരോൾ ലഭിച്ചത്. 60 ദിവസമാണ് സുനിയുടെ പരോൾ ദിനങ്ങൾ. കാപ്പ കേസ് പ്രതിയെ ഗാന്ധിജിയോട് ഉപമിച്ച CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. ഇഡ്ഡലിയിലും പുകയിലും കുടുങ്ങി പത്തനംതിട്ടയിലെ CPMൽ ചേർന്ന രണ്ടാം പ്രതി പുക എന്ന് വിളിക്കുന്ന അരുണിനെ കാപ്പ ചുമത്തി നാടുകടത്തി. പ്രതികളെ ഗാന്ധിജിയോടാണ് ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി ഉപമിച്ചത്. ഇത് പിൻവലിച്ചില്ലെങ്കിൽ കേസ് എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. കാപ്പ പ്രതി ആയിരിക്കെ തന്നെ കഴിഞ്ഞ ജൂലൈയിൽ മന്ത്രി വീണ ജോർജ് അടക്കം മാലയിട്ട് സ്വീകരിച്ച ഇഡ്ഡലി എന്ന ശരൺ ചന്ദ്രനെയാണ് ആദ്യ 1 വർഷത്തേക്ക് ജില്ലയിൽ നിന്ന് നാട് കടത്തിയത്. ജില്ലാ സമ്മേളനത്തിന് മുൻപ് തിടുക്കത്തിൽ മാലയിട്ട് ആനയിച്ച പുക എന്ന അരുണിനെയും കാപ്പയിൽ നാട് കടത്തി. സ്വയം തിരുത്താൻ വന്നവരെന്നായിരുന്നു CPM വാദം. കഴിഞ്ഞ ദിവസം ഗാന്ധിജിയോട് ചേർത്താണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികളെ ന്യായീകരിച്ചെടുത്തത്. ഈ പരാമർശം പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. ഇല്ലെങ്കിൽ രാഷ്ട്രപിതാവിനെ അപമാനിച്ചതിന് കേസ് എടുക്കണം. ഇഡ്ഡലിയുടെയും പുകയുടെയും ഇടികൊണ്ട ഡിവൈഎഫ്ഐക്കാർ തന്നെ മൊഴിമാറ്റി പ്രതികളെ കേസിൽ നിന്ന് ഊരുന്നതിനിടെയാണ് നാടുകടത്തലെന്നാണ് വിമർശനം. തിരുത്താൻ വന്നവർ പാർട്ടിയെ കുരുക്കി വീണ്ടും കേസുകളിൽ പ്രതികളായി. രാഷ്ട്രീയ കേസുകളെന്ന CPM ന്യായീകരിച്ചെങ്കിലും ഇവർ ഉൾപ്പെട്ടതിൽ സ്ത്രീകളെ ആക്രമിച്ചതും മോഷണവും അടക്കമുള്ള കേസുകളുമുണ്ട്. പ്രവർത്തകരുടെ എതിർപ്പിന് പുല്ലുവില. കൊലപാതക കേസിലെ പ്രതിക്ക് പാർട്ടി അംഗത്വം നൽകി CPM എന്ന വിമർശനം. ആലപ്പുഴയിൽ നാടൻ ബോംബ് പൊട്ടി ഗുണ്ട കൊല്ലപ്പെട്ട കേസിലെ പ്രതി സജിമോന് CPM അംഗത്വം. ചാത്തനാട് കണ്ണൻ കൊലപാതക കേസിലെ 3ാം പ്രതിയാണ് സജിമോൻ. കഴിഞ്ഞ ദിവസം ലോക്കൽ സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിലാണ് അംഗത്വം നൽകാൻ തീരുമാനമെടുത്തത്. ഒരു ഗുണ്ടയെ ഉൾപ്പെടുത്തുന്നതിന് മറ്റു പാർട്ടി അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും CPM നേതാക്കൾ അംഗത്വം നൽകാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. ആലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ആശ്രമം ലോക്കൽ കമ്മിറ്റിയിലെ മന്നത്ത് B ബ്രാഞ്ചിലാണ് സജിമോൻ എന്ന വ്യക്തിക്ക് പാർട്ടി അംഗത്വം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയ വിമതന് അംഗത്വം നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കൂട്ടരാജിയടക്കം നൽകുന്ന സാഹചര്യവും പാർട്ടിയിലുണ്ടായിരുന്നു. നേരത്തെ ഗുണ്ടകളെയും രാഷ്ട്രീയ ക്രിമിനലുകളെയും പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തണമെന്ന നിർദ്ദേശങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും രേഖകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് CPMന്റെ പുതിയ നീക്കം. 2021 സജിമോൻ പ്രതിയായ കൊലപാതകം നടന്നത്. നാടൻ ബോംബ് പൊട്ടിച്ച് പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം കണ്ണൻ എന്ന ഗുണ്ടയെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. സർവകലാശാലകളെ സിൻഡിക്കേറ്റിലെ മേധാവിത്വം ഉപയോഗിച്ച് രാഷ്ട്രീയമായി വരുതിയിലാക്കാനുള്ള ശ്രമമാണ് സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. സിൻഡിക്കേറ്റിൽ അനധ്യാപക പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കുന്നത് കോൺഗ്രസിനും BJPക്കും തിരിച്ചടിയാണ്. കാലത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റേണ്ടി വരുമെന്നാണ് EP ജയരാജൻ പറയുന്നത്. കാലത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്നു. ഭൂമി പരന്നതാണെന്നാണ് പണ്ട് പഠിച്ചത്. ഭൂമി അണ്ഡാകൃതിയിലാണെന്നല്ലേ ഇപ്പോൾ പഠിക്കുന്നത്. അതുപോലൊരു മാറ്റമാണ് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിലെന്നാണ് EP പറയുന്നത്. പാർട്ടി നേരത്തെ എടുത്ത നിലപാടും ഇന്നത്തെ നിലപാടും ശരിയാണ്. നേരത്തെ എതിർത്തത് അന്നത്തെ സാഹചര്യത്തിലാണ്. കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് വികസനത്തിന് വേണ്ടിയാണെന്നും ജയരാജൻ പറഞ്ഞു. ഇനിയും റോഡുകൾ വേണം. നമ്മുടെ കയ്യിൽ പണമില്ല. ടോളിനെ പിന്തുണയ്ക്കണം. ദേശീയപാതകളിലെ ടോൾ പിരിവ് കേന്ദ്രം നിശ്ചയിക്കണമെന്നും ജയരാജൻ പറഞ്ഞു.